ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇപ്പം ഞാൻ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സെറ്റ് സാരി അയൺ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അതെ, ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ അമ്പലത്തിലേക്ക് മാത്രമായിട്ടാണ് പോകണതെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ വലിയ കാര്യത്തിൽ പ്ലീറ്റ്സൊക്കെ എടുത്ത് അതുപോലെ തന്നെ അയണൊക്കെ ചെയ്ത് നന്നായിട്ട് വൃത്തിക്ക് മടക്കി വെച്ചതായിരുന്നു. പക്ഷേ ഇതൊന്നും എനിക്ക് ഉടുക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ കാര്യം എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണണേ. ഒരു കുട്ടി വ്ളോഗാണ്, എന്തായാലും എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അയൺ ചെയ്യാനുണ്ടായിരുന്ന എൻ്റെ സാരി മാത്രമല്ല കേട്ടോ, വിഷ്ണുവേട്ടൻ്റെ മുണ്ടും അതുപോലെ തന്നെ ധ്രുവേൻ്റെ കുട്ടി മുണ്ടൊക്കെ അയൺ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചധികം തിരക്കിലാട്ടോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പോകാനുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം പണികളൊക്കെ ചെയ്ത് വെക്കുകയാണ്. കുളിച്ച പാടായതുകൊണ്ട് തന്നെ മുടി അങ്ങനെ അഴിച്ചിട്ട് ബൈക്കിലിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട്, പൊതുവേ ഞാൻ ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രം ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് എന്ത് കാര്യത്തിനാണെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഗസ്സും കൂടെ കിട്ടിയില്ലേ. എനിക്കൊരു വർക്ക് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാം കേട്ടോ. ധ്രുവക്കുട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവനും ഞാനും കൂടെ വേഗം അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ധ്രുവ ഇപ്പോൾ കയ്യിൽ എവിടെ പോകുമ്പോഴും അവൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്രാവശ്യം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ബൈക്കിനാട്ടോ പോകുന്നത്. ബൈക്കിൽ പോകുമ്പം ഫ്രണ്ടിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാറ്. അതായത് എൻ്റെ പെട്ടി, മേക്കപ്പിൻ്റെ ബോക്സ്, അതുപോലെ തന്നെ റിംഗ് ലൈറ്റ്, ട്രൈപോഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് ബാക്കി പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ബാഗിൽ ഇടുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്. ആദ്യം തന്നെ പോകുന്നത് മിഡാസിലേക്കാണ്. മിഡാസിലാണ് ഞാൻ എൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും വാങ്ങിക്കാറ്. പിന്നെ ടൗണിൽ തന്നെ ഡീപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയും പോകാറുണ്ട്. പക്ഷേ അധികം ഞാൻ മിഡാസിൽ തന്നെയാണ് എല്ലാ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ലെൻസ് ലാഷ് അതുപോലെ തന്നെ എക്സ്റ്റൻഷനൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പെയറും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു കേട്ടോ. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോവാണ്. കുറേ നേരം ബൈക്കിലിരുന്ന് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഊപ്പാട് ഇളകി തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നടു നിവർത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ധ്രുവക്കുട്ടന് ഒരു ഉണ്ണിയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിയപ്പം ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ച് ക്രാബിൻ്റെ ലോലിപോപ്പ്, മോമോസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ വളച്ച് നീട്ടുന്നില്ല എവിടേക്കാണ് പോയത് എന്നുള്ളത്. ഗുരുവായൂരേക്കാണ് കേട്ടോ. ഗുരുവായൂർ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശ്രീചക്ര ഹോട്ടലിലാണ്, ശ്രീചക്ര ഹോം സ്റ്റേ, അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ അവർ ഞങ്ങൾക്ക് റൂം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വിചാരിച്ചു, ഞങ്ങൾ എത്തുമ്പോൾ തന്നെ രാത്രി 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രൈഡും അതുപോലെ തന്നെ ഗ്രൂമൊക്കെ തലേന്നേ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവളുടെ ബ്രൈഡിൻ്റെ സാരി കിട്ടിയിട്ട് വേണം എനിക്കത് ബോക്സ് ഫോൾഡ് ചെയ്ത് വെക്കാൻ. എന്നാൽ രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ നേരം അവർ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. കാരണം നമുക്ക് തീരെ ഉറങ്ങാൻ സമയം കിട്ടുമല്ലോ. രാവിലെ 3 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവർ കാണാത്തതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കിടന്നിട്ട് കിടത്തവും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴിമന്തി ആട്ടോ ഓർഡർ ചെയ്തത്. കുഴിമന്തി ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ മോനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനാകെ കുറച്ച് ഇഷ്ടമുള്ള സാധനമാണ് കുഴിമന്തി. അതിൻ്റെ റൈസ് അവന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്തത്. അത് ആൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്ണുവിനാട്ടോ അവന് ഞാൻ വാരി കൊടുക്കുമ്പോൾ വിഷ്ണുവിനാണ് എനിക്ക് വായിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കിടക്കുകയാണ്. ധ്രുവയാണെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ചാടി കളിക്കുകയായിരുന്നു കേട്ടോ. അവനിങ്ങനെ സ്ഥലം മാറി കിടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി ഇപ്പം എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവന് കിടക്കുമ്പോൾ പ്രശ്നമില്ല. അല്ലെങ്കിൽ ആൾ ലേറ്റായിട്ടാണ് കിടക്കുക. അപ്പോൾ പുതിയൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ലോണം ലേറ്റാവും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവൻ നല്ല കളിയിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെയുള്ള ഫോട്ടോ ഫ്രെയിമും അതും ഇതൊക്കെ പിടിച്ച് കളിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെ ഉറക്കം അങ്ങോട്ട് പോയി. പിന്നെ ഒരു 11:30-12 മണിക്കായപ്പോൾ ബ്രൈഡ് എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അവളുടെ അടുത്ത് നിന്ന് സാരിയൊക്കെ വാങ്ങി മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് ബോക്സ് ഫോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോഴൊക്കെ ധ്രുവക്കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവന് TV ഒക്കെ വെച്ച് കൊടുത്തിരുത്തി. അങ്ങനെ ഞങ്ങൾ അധികം നേരം TVയും ഫോണ് തീരെ കൊടുക്കാറില്ല. പക്ഷേ TV അധികം നേരമൊന്നും അവന് വെച്ച് കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് വർക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ട്
അവന് ഞാൻ ടി വി വെച്ച് കൊടുത്തു. പിന്നെ ഇവിടെ അയൺ ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തൊരു മേശ പിടിച്ചിട്ട് ഉള്ളിലോട്ട് ഇട്ടത്. ആ ടേബിളിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരി ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിഷ്ണുവിനെ പിടിച്ചിട്ടാട്ടോ അവിടെ ഇരുത്തിയത്. അപ്പോൾ വിഷ്ണുവിനോട് ഇങ്ങനെ ടൈറ്റാക്കി ആ ഒരു സാരി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനും പറ്റുമല്ലോ, പിൻ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ, സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ വർക്ക് ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ സാരി ഒക്കെ വൃത്തിക്ക് ഒക്കെ പ്ലീറ്റൊക്കെ എടുത്ത് അതുപോലെ തന്നെ അയണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, 2 മണി ആയിട്ടില്ല. ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും സാരീൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോനെ വേഗം ഉറക്കാൻ പറ്റി. അത്രയും നേരം വൈകിട്ട് അവൻ ഉറങ്ങാറില്ല. ഏറിപ്പോയൊരു 12 മണി വരെയൊക്കെ കളിച്ചിട്ടാണ് ആൾ കിടന്നുറങ്ങാറ്. പക്ഷേ ഇന്നിപ്പോൾ അധികം ലേറ്റ് ആയതുകൊണ്ട് വേഗം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു. ഇനി 3 മണിക്ക് എണീറ്റ് വർക്കിന് പോകണം. പക്ഷേ കിടത്തം കിട്ടുന്നില്ല. 2:30 ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നത്. പക്ഷെ ഒന്ന് കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും നേരം വെളുത്തു. 3 മണിയായി. നേരം വെളുത്തു എന്നല്ല, 3 മണിയായി. എനിക്ക് വർക്കിന് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ണിനൊക്കെ നല്ല ഒരു ടയേർഡ് ഫീലായിരുന്നു. കാരണം ഞങ്ങൾ അത്രയും ദൂരം ബൈക്കിലും വന്നു. പിന്നെ അതുപോലെ തന്നെ കിടന്നുറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 3 മണിയൊക്കെ ആയപ്പോഴേക്കും ബ്രൈഡും എത്തി. ഞാൻ ബ്രൈഡിനെ വെയിറ്റ് ചെയ്ത് താഴെ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും ബ്രൈഡും വന്നു. അങ്ങനെ നമ്മൾ വേഗം സാരി ഉടുപ്പിച്ചു, ഹെയർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫേസ് മേക്കപ്പും കംപ്ലീറ്റ് ചെയ്ത് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രൂമിൻ്റെ മേക്കപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നല്ലോ കല്യാണം. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാന്ന്. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ കാണുന്നത് ധ്രുവക്കുട്ടൻ മുണ്ടൊക്കെ കൊടുത്തിട്ട് കിടന്ന് കരയുന്നതാണ് കേട്ടോ. അവൻ രാവിലെ 6 മണിക്കേ എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിഷ്ണുവേട്ടനും അവനും രാവിലെ ഇങ്ങനെ പുറത്തേക്ക് കറങ്ങാനൊക്കെ പോയി. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തു. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല കരച്ചിലായിട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ വേഗം അവനെയും കൂട്ടി ഗുരുവായൂർ പോയി. ഗുരുവായൂർ പോയപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനൊന്നും പറ്റൂല എന്ന് ഫോൺ അലൗഡ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോൺ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, ഗുരുവായൂർ ഞങ്ങൾക്ക് ഉള്ളിൽ കയറി തൊഴാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 130 കല്യാണം എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതിട്ട് വേഗം ഞങ്ങൾ മമ്മിയൂർ അമ്പലത്തിലേക്ക് പോയി. മമ്മിയൂർ ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ. ശിവൻ്റെ അമ്പലമാണ്. ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാണ് പോയത്. നല്ലൊരു അമ്പലമാട്ടോ. നല്ല പോസിറ്റീവ് ഫീലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ധ്രുവയാണെന്നുണ്ടെങ്കിൽ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഷർട്ടൊക്കെ ഇട്ട് ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ട്രൗസർ മാത്രം ഇട്ടിട്ട് ആളിങ്ങനെ നടക്കുക കേട്ടോ. അവന് നല്ല സുഖം ഉണ്ടായിരുന്നു. കാറ്റ് ഒന്നാമത് നല്ല ചൂടുകുരൊക്കെയാണ് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ ഊരി മാറ്റിയപ്പോൾ ആൾ ഫ്രീ ആയി. അങ്ങനെ അതിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഇപ്പം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഈ ക്യാഷ്. അതായത് ടോയ്സ് ഒന്നും ഇപ്പോൾ വേണ്ട. ഇപ്പോൾ ഇതുപോലത്തെ നോട്ട് മതി. 10 രൂപ, 20 രൂപ, 50 രൂപ, ഇതൊക്കെയാണ് ആൾക്ക് വേണ്ടത്. അതിങ്ങനെ കയ്യിൽ പിടിച്ച് നടന്നോളൂ. എത്ര നേരം പിടിക്കുന്നു എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. വേണം കിടന്നുറങ്ങുമ്പോഴും അത് പിടിക്കും. ഇപ്പോൾ കീശയിലൊക്കെ ഇട്ടിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പൂരി ബാജിയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷ്ണുട്ടൻ മസാല ദോശ മോനും കൊടുത്തു. മോൻ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ റൂമിലൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. സാധാരണ നോർമൽ മീൽസ് തന്നെയായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു വെയിലൊക്കെ തന്നപ്പോൾ ഞങ്ങൾ ആനക്കോട്ട കാണാൻ വേണ്ടിയിട്ട് പോയി. ഗുരുവായൂർ മോനെ ആനേനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നറുനീണ്ടി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കാണുക കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടന് ആനേനെ കാണുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് കയറി. സാധാരണ അവന് ഉത്സവത്തിനൊക്കെ പോകുമ്പോഴല്ല ഇങ്ങനെ കാണുമ്പോഴൊക്കെ നല്ല ഇഷ്ടമാണ് ആനേനെ. ടി വിയിലൊക്കെ കാണുകയാണെങ്കിലും നല്ല ഇഷ്ടമാണ്. പക്ഷെ നേരിട്ട് ഇത്രയും തോന്നെ ആനേനെ കണ്ടതിനോണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും പുള്ളിക്കില്ലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രസം. ഞാനിവിടെ 1-2 തവണ മുന്നേ വന്നിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ ഫോട്ടോസ് എടുക്കുമ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ ചീത്ത പറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ മോർണിംഗ് കൂട്ടി അങ്ങനെ ആനയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ചില ആനയ്ക്കൊക്കെ മത ഇളകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ മേലേക്ക് എറിയില്ല. അപ്പോൾ അത് ബുദ്ധിമുട്ടാവുമല്ലോ. മോനൊക്കെ അങ്ങനെ എറിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. കുറച്ച് നേരം നിന്ന് ആനേനെയൊക്കെ ദൂരേന്ന് മാറി കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോവുക കേട്ടോ. നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല വെയിലാണ്. വൈകുന്നേരമായി ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. 4-4:30 ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തന്നെ പോയതാട്ടോ. അവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും നല്ല റേറ്റ്. അതായത്
അമ്പലത്തിലൊക്കെ പൊതുവേ അങ്ങനെയാണ്, നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ ഞാൻ അവിടെ എന്തായാലും പോയതല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷേ പ്രത്യേകിച്ചൊന്നും അങ്ങനെ വാങ്ങിയില്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങി. ഫുഡ് ഐറ്റംസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒന്നുകൂടി വെയിൽ താന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടെ അവിടെ ഇങ്ങനെ നിന്നു. അവിടെയൊക്കെ കറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് തന്നെ പോയിട്ടോ. അവിടുത്തെ ചേച്ചിമാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗ് ഒന്ന് നോക്കണേ എന്നുള്ളത്. അങ്ങനെ അവർ അവിടെ പോയിട്ട് ഞങ്ങൾ വീണ്ടും ബാഗൊക്കെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ധ്രുവക്കുട്ട അമ്പലത്തിൽ പോയ സമയത്ത് ഒരു മിഠായിക്ക് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കടലേൻ്റെ ഒരു മിഠായി, ഈ ഒരു മിഠായിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് അവിടുന്ന് ഞാനത് അവന് പൊട്ടിച്ച് ചെറിയൊരു കഷ്ണം കൊടുത്തു, ബാക്കി ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ഇട്ട് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.